3 ക്യാപ്റ്റന്മാർക്കും കണക്കിന് വയറ് നിറച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അനീഷ് നല്ല തഗ്ഗ ഡയലോഗ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലുള്ള വിഷമമാണ് കേട്ടോ അനീഷ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനൊക്കെ തർക്കുത്തരം പോലെ നിവിൻ പറയുന്നുണ്ടെങ്കിലും ആ ഒരു പഞ്ചില്ല പണ്ടത്തെ. അത്രയ്ക്ക് പഞ്ച് കൊടുക്കാൻ പറ്റിയ കാര്യങ്ങളാണോ ചെയ്തു കൂട്ടിയിരിക്കുന്നത്? എന്തായാലും വായു അടച്ച് തലയും കുനിച്ചിരിക്കുന്ന നെവിനെയൊക്കെയാണ് കേട്ടോ കാണുന്നത്. 3 ക്യാപ്റ്റന്മാർ ഒരു മുണ്ട് കൊടുത്ത തലയിൽ മുണ്ടിട്ടിരിക്കും. ആ ഒരു അവസ്ഥയിലാണ് കേട്ടോ ലൈവില്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇപ്പോൾ ലൈവിൽ നടക്കുന്നൊരു സംഭവം നിവിൻ എല്ലാവരോടും പറയാണ്, വീടിൻ്റെ ക്യാപ്റ്റൻ എന്ന നിലയ്ക്ക് അല്ല, കിച്ചൺ ക്യാപ്റ്റൻ എന്ന നിലയ്ക്ക് ഞാൻ പറയുകയാണ്, കിച്ചണിൽ കയറി ആർക്ക് വേണമെങ്കിലും ഫുഡ് ഉണ്ടാക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം, ഞാൻ ഒന്നും പറയുന്നില്ല, ഇത് ഞാൻ പബ്ലിക്കിന് കൊടുക്കുന്ന നല്ല മെസ്സേജാണ് എന്നൊക്കെ. നൂറ് വിട്ടുകൊടുക്കുമോ? നൂറ് പറയുന്നത് പബ്ലിക്കിന് കൊടുത്തൊരു നല്ല മെസ്സേജ്, ഞങ്ങൾ കണ്ടു കുറച്ച് മുമ്പ് കൊടുത്ത മെസ്സേജ് എന്നൊക്കെ. ഈ ഒരു ബോധോദയം ഇപ്പോഴാണോ നിങ്ങൾക്ക് ഉണ്ടായെന്ന് അന്വേഷിച്ച് ചോദിക്കുന്നത്. ഈ 2 ദിവസമായിട്ട് നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തതെന്ന് ഒന്ന് ബാക്കോട്ടൊന്ന് ആലോചിച്ച് നോക്കിയേ, അപ്പോൾ മനസ്സിലാകുന്നത്. അക്ബർ ആസൊക്കെ കേട്ടോ അക്ബർ പറയണം, ഈടാ എനിക്കിവിടെയൊക്കെ നെഞ്ചിലിങ്ങനെ കല്ല് വെച്ച ഒരു ഫീലടാന്ന്. അപ്പോൾ ആര്യം പറയുന്നുണ്ട്, നീ ഒന്നും മൈൻഡിലെടുക്കണ്ട, നീ മൈൻഡിലെടുക്കുമ്പോഴാണ് പ്രശ്നം, നീ വിട്ടുകളാ എന്നൊക്കെ. അക്ബറിന് ഇച്ചിരി ബോധമുണ്ട്, അതുകൊണ്ടാണ് അക്ബറിന് മനസ്സിലായി ഇത് വൺ നെഗറ്റീവായിട്ടുണ്ട്. അക്ബറൊക്കെ നല്ല പോസിറ്റീവായിട്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ ഒരു ക്യാപ്റ്റൻസി കൊടുത്ത് 3ൻ്റെ സ്വഭാവം പുറത്ത് വന്ന് 3 ഇപ്പോൾ നാണം കെട്ട് ഇരിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നത്. അതിൻ്റെ ഇടയ്ക്ക് നിവിൻ പറയുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ വീടായിട്ട് കണ്ടോളൂ, നിങ്ങൾ നിങ്ങളുടെ വീടായിട്ട് കണ്ട് ഇഷ്ടമുള്ള ഫുഡ് ഉണ്ടാക്കിക്കോളൂ എന്നൊക്കെ. ഇവർ പറയേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലാണ്ട് തന്നെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അനീഷ് ചോദിക്കുന്നുണ്ട്, ഇപ്പോഴാണോ നിവിൻ ഇതിനുള്ള ബോധോദയമൊക്കെ ഉണ്ടായത്? ബിഗ് ബോസ് തന്നെ വിചാരിക്കുന്നുണ്ടാവും ഈ 3 ക്യാപ്റ്റന്മാരെ എന്തിനാണ് ഞാൻ ഇട്ടേന്നുള്ളത്. ബിഗ് ബോസ് എന്തൊക്കെ പ്രതീക്ഷയോട് കൂടിയിട്ടായിരിക്കും നിങ്ങൾ 3 പേരെയും ക്യാപ്റ്റൻ ആക്കിയത്. എന്നിട്ട് നിങ്ങൾ ഈ വീട് നശിപ്പിച്ചു, 3ഉം കൂടി വീട് തലകുത്തി വെച്ചു. ബിഗ് ബോസ് ചരിത്രത്തിൽ പോലും ഉണ്ടായിട്ടില്ല ഇങ്ങനെയൊക്കെ. അതിനവർ പോസിറ്റീവായിട്ട് പറയുന്നത് ഇങ്ങനെയാണ്, ഞങ്ങളോട് എന്തിനാ എല്ലാവർക്കും പ്രതീക്ഷ, ആർക്കാണ് ഇത്ര പ്രതീക്ഷ ഉണ്ടായത് എന്നൊക്കെ പറഞ്ഞിട്ട് നിവിൻ അതിന് തർക്കുത്തരം പറയാനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ അത് അങ്ങോട്ട് ഏൽക്കുന്നില്ല. അനീഷ് അടിച്ച് ഒതുക്കി കൊടുക്കുന്നുണ്ട്. ഒന്നാമത് ഷാനവാസ് പോയതിൻ്റെ വിഷമം. ടിക്കറ്റ് ടു ഫിനാലെ നടക്കുകയാണ്. ടിക്കറ്റ് ടു ഫിനാലെ നടക്കുന്നതിൻ്റെ ഇടയിലാണ് ഇങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ വച്ചിരിക്കുന്നത്. 3ാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് ഫുഡ് കിട്ടുന്നില്ല. 2 അടുക്കള, ലാലേട്ടൻ വരും, എന്തൊക്കെയാണ് ഈ ടിക്കറ്റ് ടു ഫിനാലെ വീക്കിൽ നടന്നത്. ടിക്കറ്റ് ടു ഫിനാലിൽ ഇങ്ങനെ നല്ല നടക്കാറ്. ആ ഗെയിം സ്പിരിറ്റിലായിരിക്കും എല്ലാവരും. ഇതെന്തോ ഒരു അമ്മായിമ്മ മരുമോള് പോലെയാണ് വീടിനകത്ത് ഇപ്പോൾ കാട്ടിക്കൊണ്ടിരിക്കുന്നത്. 2 അടുക്കള, ഫുഡ് അവർ എടുത്ത് കൂടുതൽ കഴിച്ചു, ഇവരെടുത്ത് കൂടുതൽ കഴിച്ചു, വെള്ളമൊഴിക്കുന്നു, പാലൊഴിക്കുന്നു, എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കണ്ട് സഹിക്കാൻ പറ്റാതെ അനീഷ് പൊട്ടിത്തെറിക്കുന്നുണ്ട്. അനീഷിൻ്റെതായ രീതിയിൽ അനീഷ് പൊട്ടിത്തെറിക്കുന്നുണ്ട്. അനീഷ് കറക്റ്റായിട്ട് തന്നെയാണ് കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടോ. അത് തന്നെയാണ് പറയേണ്ടത്. പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട പോലെ പറയേണ്ട രീതിയിൽ അനീഷ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുന്നിൽ മറ്റാർക്കും ഒന്നും പറയാൻ പറ്റാതെ പഞ്ചപുച്ഛം അടക്കി നിൽക്കുന്ന ക്യാപ്റ്റന്മാരെയാണ് കാണുന്നത്. നമുക്ക് നോക്കാം ഇനി എന്തൊക്കെ സംഭവിക്കുന്നത്, എല്ലാം കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ചാനലിലുണ്ടാകും. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം.